ഹായ് ഫ്രണ്ട്സ്, CJ റോയ്, കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്, ഈ രണ്ട് പേരും നമുക്ക് നല്ല സുപരിചിതമാണ്. CJ റോയ് കുറച്ച് മുന്നേ ജീവൻ ഒടുക്കി, ആത്മഹത്യ ചെയ്തു. എന്താ പറയുക, ശരിക്കും ഞെട്ടി. എനിക്കൊരു തോട്ടുണ്ടായിരുന്നു, കാശൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മനസ്സമാധാനം, അല്ലെങ്കിൽ കാശ് അത്ര ഉണ്ടല്ലോ, അപ്പോൾ അത്ര പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു തോട്ടൊക്കെ വരത്തില്ല. കാരണം വെച്ചാൽ അത്രയും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രശ്നം സോൾവ് ചെയ്യാം, കാശ് കൊടുത്ത് എന്തും. അങ്ങനെ പൂർണ്ണമായിട്ടില്ലെങ്കിലും പക്ഷേ അതിൻ്റെ ഒരു ചെറിയ രീതി തോട്ടൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ജീവിക്കാൻ കാശ് വേണം, എനിക്കും കാശ് വേണം, എല്ലാവർക്കും കാശ് വേണം, ഒക്കെ വേണം. പക്ഷെ എന്നാലും അദ്ദേഹം ഇത്രയും പൈസയും ഇത്രയും സമ്പന്നനും ഇത്രയും ഒരു നല്ലൊരു ഫെയിമുള്ള ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയൊരു പ്രഷർ എത്രത്തോളം ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണെന്നുള്ള കറക്റ്റ് ഒരു വിഷയം സത്യം പറഞ്ഞാൽ പുറത്ത് വന്നിട്ടില്ല, എന്താണെന്ന് എക്സാക്ട്ലി. പക്ഷെ ഇത് കേട്ടപ്പോൾ തൊട്ട് എനിക്ക് നല്ലപോലെ അദ്ദേഹത്തിൻ്റെ മരണം നമുക്കൊരു കേട്ടപ്പോൾ ഇത്ര ആൾക്കാർ മരിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാം നമ്മളിങ്ങനെ ഇത്ര ഫേമസ് ആയ ആൾക്കാർ മരിക്കുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹം മരിച്ചെന്ന് കേട്ടപ്പോൾ ചിലപ്പോൾ ഇദ്ദേഹം നമ്മുടെ ചെറുപ്പം തൊട്ട് പല ഈ റിയാലിറ്റി ഷോകളിലും അദ്ദേഹമാണ് ഈ സമ്മാനമൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പം അന്നോട്ട് ആ ചെറുപ്പം തൊട്ട് നമുക്ക് പുള്ളിയുടെ ഒരു ആരാധനയുണ്ട്. ഇത്തരം പൈസക്കാരനാന്നൊക്കെ കുഞ്ഞിലേ കയറിയതാണ്. അത് ഇത്ര വലുതായിട്ട് എനിക്കത് മാറിയിട്ടില്ല. കാരണം അദ്ദേഹത്തിന് പറ്റി അങ്ങനെ എൻ്റെ അറിവിലൊരു നെഗറ്റീവ് അങ്ങനെ കേൾക്കുന്നുണ്ടായിട്ടില്ല. അദ്ദേഹം HP കമ്പനിയിൽ ഒരു സ്റ്റാഫായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം ഒരു ബിസിനസ്സുകാരായി മാറിയത്. 20 വർഷത്തോളം കൊണ്ട് അദ്ദേഹം പല മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. എല്ലാ ബിസിനസ്സുകളിലും അദ്ദേഹത്തിന് നല്ല നേട്ടം ഉണ്ടായിട്ടുണ്ട്. എല്ലാ റിയാലിറ്റി ഷോയിലും ഈ കമ്പനിയുടെ പേര് നമ്മൾ കേൾക്കും, കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. പിന്നെ എന്താ പറയുക, സിനിമ പ്രൊഡ്യൂസിങ്, അങ്ങനെ പല മേഖലകൾ ഇഷ്ടം പോലെ എല്ലാത്തിലും. പിന്നെ അതിലും ഉപരി അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അദ്ദേഹത്തോടൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട്, ഫസ്റ്റ് തോന്നിയിട്ടുണ്ട്. അപ്പം ജീവിതത്തിൽ ചില സമയത്ത് പൈസയൊന്നുമല്ല വലുത് എന്ന് തോന്നിപ്പിക്കുന്ന ചില നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പല കേസുകൾക്കും പൈസ വേണം, പല കേസിനല്ല, എല്ലാത്തിനും പൈസ വേണം. പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കൊണ്ട് ഏതെങ്കിലും സമയത്ത് ബുദ്ധിമുട്ടിയാൽ പൈസയ്ക്കൊക്കെ മുകളിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ ചുറ്റുമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ തീരുമാനങ്ങളൊന്നും ആരും എടുക്കാതിരിക്കട്ടെ. കാരണം അദ്ദേഹത്തെ പോലെ ഒരു നല്ല മനുഷ്യനെ നമുക്ക് നഷ്ടപ്പെട്ടത്. അതുപോലെ പല ആൾക്കാരും ഇങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട പല ആൾക്കാരുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെ ഉണ്ട്. അവരുടെ ആ നഷ്ടപ്പെടൽ ഇന്ന് നമ്മുടെ മനസ്സിൽ വിഷമമായിട്ടുണ്ടാവും, ഇന്നും ആ വിഷമം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടാവും. എന്തായാലും അങ്ങനത്തെ ചെയ്തുകളൊന്നും ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. നിങ്ങളും ഈ വിഷയം അറിഞ്ഞു കാണുമല്ലോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ഈ നിമിഷത്തിൽ? എന്തായാലും നിങ്ങൾക്ക് പറയാനുള്ളത് കമൻറ്റിൽ പറയൂ. അപ്പം ബൈ, താങ്ക് യു.